ഹലോ, വെൽക്കം ടു ചിത്രവസ്ത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കളർ തിയറി ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമുക്ക് കളർ വീൽ എങ്ങനെ വരയ്ക്കാം, ഹൗ ടു ഡ്രോ എ പെർഫെക്റ്റ് കളർ വീൽ. വി വിൽ ഡിസ്കസ് that in detail. Before going in detail towards the drawing side of color wheel or towards the practical side of color wheel, we should know which colors should we select as our primary colors. അല്ലേ, നമുക്ക് അറിയണം ഏത് പ്രൈമറി കളേഴ്സ് ഏതൊക്കെയായിരുന്നു. വിച്ച് ആർ ദ പ്രൈമറി കളേഴ്സ്? റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ, റൈറ്റ്? പക്ഷെ നോക്കൂ, എത്ര റെഡ് ഉണ്ട്, എത്ര യെല്ലോ ഉണ്ട്, എത്ര ബ്ലൂ ഉണ്ട്. സോ among these options, which one should we select so that we get a perfect color wheel? അല്ലേ, അത് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് കളർ വീൽ വേണമെങ്കിൽ ഈ റെഡിൽ നിന്നും ഏത് റെഡ് എടുക്കണം, ഈ യെല്ലോയിൽ നിന്ന് ഏത് യെല്ലോ എടുക്കണം, ഈ ബ്ലൂവിൽ നിന്ന് ഏത് ബ്ലൂ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം ടു ചിത്രവസ്ത്ര. Yesterday I got a request from one of my followers that I should explain my classes in English too so that they too can understand. എനിക്കിപ്പം മലയാളി ഫോളോവേഴ്സ് മാത്രമല്ല, കുറച്ച് മലയാളം അല്ലാതെ ഉള്ള ഭാഷയിൽ ഇപ്പോൾ ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകളും ഫോളോവേഴ്സായിട്ട് വരുന്നുണ്ട്. അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ തുടങ്ങിയിട്ട് ജസ്റ്റ് 1 month ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്കിങ്ങനെ ഫോളോവേഴ്സൊക്കെ കിട്ടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്കെൻ്റെ മലയാളം ഫോളോവേഴ്സിനെയും വേണം അല്ലേ. അതുകൊണ്ട് ഐ ഡിസൈഡഡ് ടു ടേക്ക് ക്ലാസ്സസ് ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലാംഗ്വേജസ് സോ ദാറ്റ് എവ്രി വൺ ക്യാൻ ഈക്വലി അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെ മതിയല്ലോ അല്ലേ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശരിക്കും നമ്മളൊരു കളർ വീൽ എന്ന് പറയുമ്പം ഒരു ട്രഡീഷണൽ 3 color സിസ്റ്റം കളർ വീലാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. സോ ട്രഡീഷണൽ 3 color സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? റെഡ്, ബ്ലൂ, യെല്ലോ പ്രൈമറി കളേഴ്സായിട്ട് വി യൂസ് റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ ആസ് എ പ്രൈമറി കളേഴ്സ്. അതാണ് നമ്മുടെ ട്രഡീഷണൽ കളർ വീൽ, 3 color സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അതല്ലാതെ നമുക്ക് സ്പ്ലിറ്റ് പ്രൈമറി സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ വാം ആൻഡ് കൂൾ വേർഷൻ ഓഫ് ഈച്ച് പ്രൈമറി കളേഴ്സിൻ്റെ വാം ആൻഡ് കൂൾ വേർഷൻ നമ്മൾ എടുക്കും. അപ്പോൾ ഏത് കളർ വീലാണ് നമ്മൾ എടുക്കുന്നത് എന്നനുസരിച്ചിട്ട് ദിസ് വൺ ചേഞ്ചസ്. ഓക്കെ, സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ട്രഡീഷണൽ 3 color system. That is, we are using red, yellow and blue as the primary colors, and we are going to draw such a traditional 3 color system color wheel. Okay, so ആദ്യം നമുക്ക് ഏത് ബ്ലൂ കളർ സെലക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. So which blue color should we select so that we get a perfect color wheel? So here now I am going to explain in detail about this. Okay, so the true primary blue, ഇതിൽ ഇപ്പോൾ 4 ബ്ലൂ കളേഴ്സ് നിങ്ങൾക്ക് കാണാം അല്ലേ. ഏതൊക്കെയാണത്? അൾട്രാമെറൈൻ ബ്ലൂ ഉണ്ട്, കൊബാൾട്ട് ബ്ലൂ ഉണ്ട്, സ്റ്റാലോ ബ്ലൂ ഉണ്ട്, സെറുലിയൻ ബ്ലൂ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ട്രൂ പ്രൈമറി ബ്ലൂ എന്ന് പറയുന്നത് ഏതാണ്? അങ്ങനെ പറയുന്നത് നമ്മൾ ഒരു ബ്ലൂ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു സിയാൻ എന്ന് വെച്ചാൽ ഒരു ഗ്രീൻ ലീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂൾ ലീനിങ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ട്രൂ പ്രൈമറി ബ്ലൂ കളറിന് മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലീൻ ഗ്രീൻസ് ആണെങ്കിലും ക്ലീൻ പേർപ്പിൾസ് ആണെങ്കിലും അങ്ങനെ നമുക്ക് കിട്ടുള്ളൂ. This is because a true primary blue should be able to mix both clean greens and clean purples. Okay, so that's why we have to select a cyan leaning blue. Okay, അപ്പോൾ ഇതിൽ which one is the cyan leaning blue? അതാണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഐഡിയൽ പ്രൈമറി ബ്ലൂ കളർ അല്ലെങ്കിൽ സിയാൻ ബ്ലൂ കളർ എന്ന് പറയുന്നത് ഏതാണെന്നറിയോ?
phthalo blue. So phthalo blue ആണ് this is often considered as the ideal primary blue or cyan blue because it is transparent and high staining, making it perfect for mixing vibrant secondary colors. അപ്പോൾ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആണോ ഒപ്പീക്ക് ആണോ എന്ന് നമ്മൾ നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ അറിയുക? ഇവിടെ ഒരു സിമ്പൽ ഉണ്ട് അല്ലേ, ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുക, ഇതിൽ കണ്ടു ഒരു ഹാഫ് ഫിൽഡ് ആയിട്ടും ഹാഫ് ഇവിടെ വിട്ടിട്ടുമാണുള്ളത് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് ലുക്ക് ദിസ് സർക്കിൾ if it is filled completely or if it is only half filled, so that we can understand if it is a transparent color or is it an opaque color. അപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊബാൾട്ട് ബ്ലൂ നോക്കിക്കേ, ഇതിൻ്റെ സർക്കിളിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്, റൈറ്റ്? സോ ദിസ് ഈസ് ആൻ ഒപ്പീക്ക് കളർ. അത് ഒപ്പീക്കാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. സോ നമ്മൾ അങ്ങനെയാണ് ട്രാൻസ്പെറൻ്റ് ആണോ ഒപ്പേക്ക് ആണോ, കളേഴ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് കളർ സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ ഐ ലവ് കളേഴ്സ് ആൻഡ് ഐ ഓൾവേസ് റിസർച്ച് എന്തൊക്കെയാണ് ഈ കളേഴ്സിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കിട്ടിയ ഓരോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടും അങ്ങനെ കിട്ടിയ അറിവാണ് ഇത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഓൾവേസ് ഓപ്റ്റ് ട്രാൻസ്പെറൻറ്റ് കളേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് കളേഴ്സായിട്ട് സിയാൻ ലീനിങ് കളറായിട്ട് ട്രൂ പ്രൈമറി ബ്ലൂ കളർ എന്ന് പറയുന്നത് phthalo ബ്ലൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതില്ല, കയ്യിലില്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സെറുലിയൻ ബ്ലൂ ആണ്. സെറുലിയൻ ബ്ലൂ ഒപ്പേക്കാണ്, എന്നാലും നമുക്ക് അതാണ് കുറച്ചും കൂടെ മോർ ഒപ്പേക്ക് പ്രൈമറി. ഇത് ട്രാൻസ്പെറൻറ്റ് പ്രൈമറി ആണെങ്കിൽ ഇത് ഒപ്പേക്ക് പ്രൈമറി ആണ് സെറുലിയൻ ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതൊരു ട്രൂ പ്രൈമറി ബ്ലൂ കളർ സിസ്റ്റമാണ്. ഇനി നമുക്ക് സ്പ്ലിറ്റ് പ്രൈമറി സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു കളർ വീൽ എന്ന് പറയുമ്പം 3 കളർ സിസ്റ്റം, ട്രഡീഷണൽ 3 കളർ സിസ്റ്റം അല്ലാതെ നമുക്ക് സ്പ്ലിറ്റ് പ്രൈമറി സിസ്റ്റം ഉണ്ട്. അവിടെ കൂൾ കളേഴ്സും അല്ലെങ്കിൽ വോം കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് തിങ് ആണ്, എന്നാലും പറയുകയാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ബ്ലൂ ടൈപ്പിനെ കൂൾ ബ്ലൂ ടൈപ്പ് എന്നും വോം ബ്ലൂ ടൈപ്പ് എന്നും ആയിട്ട് നമുക്ക് കാണാം. അപ്പം വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട, നിങ്ങളുടെ കളർ വീലിൽ എന്ത് യൂസ് ചെയ്യുക, phthalo ബ്ലൂ യൂസ് ചെയ്താൽ മതി. ഓക്കെ, phthalo ബ്ലൂ ആണ് ഏറ്റവും നല്ലത്. അത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, സെറുലിയൻ ബ്ലൂ ചെയ്യുക. ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, കുറച്ചുകൂടി കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അറിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട, കളേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ നല്ല രസമല്ലേ, എനിക്കതൊക്കെ ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. സോ ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ഒരു കുറച്ചുകൂടെ ഇൻഫോർമേറ്റീവ് ആണല്ലോ, അതുകൊണ്ട്. സോ ഇതിൽ നമുക്ക് എന്തുണ്ട്, കൂൾ ബ്ലൂ ഉണ്ട്, വോം ബ്ലൂ ഉണ്ട്. സോ വാട്ട് ആർ കൂൾ ബ്ലൂ മീൻസ് വാട്ട്, മോർ ടുവേർഡ്സ് ഗ്രീൻ ലീനിങ് ബ്ലൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഗ്രീനിലേക്ക് പോകുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്കിത് യെല്ലോ ആയിട്ട്, വെൻ വി മിക്സ് ദിസ് ബ്ലൂ വിത്ത് യെല്ലോ വി വിൽ ഗെറ്റ് ബ്രൈറ്റ് വിവിഡ് ഗ്രീൻസ്. അങ്ങനെ ഗ്രീൻ നല്ല അടിപൊളി ഗ്രീൻ കിട്ടണമെങ്കിൽ, ഓക്കെ, അതാണ് കൂൾ ബ്ലൂ എന്ന് പറയുന്നത്. അതേതാണ്, അത് phthalo ബ്ലൂ ആണ്. ഒന്നുകിൽ phthalo ബ്ലൂ, വിൻസർ ബ്ലൂ എന്നൊക്കെ പറയും. അപ്പം ഇതാണ് കൂൾ ബ്ലൂ എന്ന് പറയുന്നത്. സോ വെൻ വി മിക്സ് ദിസ് ബ്ലൂ വിത്ത് യെല്ലോ കളർ വി വിൽ ഗെറ്റ് ബ്രൈറ്റ് വിവിഡ് ഗ്രീൻസ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സെഡ് ആസ് എ കൂൾ ബ്ലൂ കളർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് വോം ബ്ലൂ ഓർ റെഡ് ലീനിങ് ബ്ലൂ. അതേതാണ്, അൾട്രാമെറൈൻ ബ്ലൂ. അൾട്രാമെറൈൻ ബ്ലൂ എന്ന് പറയുന്നത്
വോം ബ്ലൂ ആണ്, അല്ലെങ്കിൽ റെഡ് ലീനിങ് ബ്ലൂ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, വെൻ വി മിക്സ് ദിസ് ബ്ലൂ വിത്ത് റെഡ് വി ഗെറ്റ് റിച്ച് ഡീപ്പ് വയലറ്റ്സ് ആൻഡ് പേർപ്പിൾസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റെഡായിട്ടല്ല റെഡായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നല്ല അടിപൊളി ഡീപ്പ് വയലറ്റ്സ് പേർപ്പിൾസ് ഒക്കെ കിട്ടും. അപ്പോൾ അത് അൾട്രാമെറൈൻ ബ്ലൂ ആണ് കേട്ടോ. ഞാനിതെല്ലാം പറഞ്ഞിട്ടും ഒരെണ്ണം മാത്രം പറഞ്ഞില്ല അല്ലേ, ഐ മിസ്ഡ് ദിസ് വൺ, കൊബാൾട്ട് ബ്ലൂ. വൈ കൊബാൾട്ട് ബ്ലൂ ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, while cobalt blue is a very pure looking blue, it is often quite expensive and sits right in the middle of the temperature scale. ഓക്കെ, ഇപ്പോൾ ടെമ്പറേച്ചർ സ്കെയിൽ വോം ബ്ലൂ, കൂൾ ബ്ലൂ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ സ്കെയിലിൽ നോക്കുകയാണെങ്കിൽ ദിസ് സിറ്റ്സ് ഇൻ ദി മിഡിൽ. വോമും അല്ല കൂളും അല്ല എന്നുള്ള ഒരു സംഭവത്തിലാണ് ഇത് വരുന്നത്. കാണുമ്പോൾ പക്ഷേ എന്താണ്, കുറച്ചുകൂടെ നല്ല ബ്ലൂ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക കൊബാൾട്ട് ബ്ലൂ ആണല്ലേ. While it's a beautiful pigment, it doesn't always have the mixing range. That's a combination of phthalo and ultramarine provides. നമുക്ക് ഈ phthalo കളറും അതുപോലെ അൾട്രാമെറൈനും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള കളറ് നമുക്ക് കൊബാൾട്ട് ബ്ലൂവിൽ കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ബെറ്റർ യു ഡോണ്ട് ഓപ്റ്റ് കൊബാൾട്ട് ബ്ലൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എങ്ങനെ എന്താണ് അങ്ങനെയാണ് നമ്മൾ കളർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല വയലറ്റും പേർപ്പിളൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അൾട്രാമെറൈൻ ബ്ലൂ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ നമുക്ക് നല്ല ഗ്രീൻ കളർ, ബ്രൈറ്റ് ഗ്രീൻ കളറൊക്കെ കിട്ടണമെങ്കിൽ എന്ത് സെലക്ട് ചെയ്യുന്നത് നല്ലത്, ഫിറ്റാലോ ബ്ലൂ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് സ്പ്ലിറ്റ് പ്രൈമറി സിസ്റ്റത്തിൽ ശരിക്കും നമുക്ക് ഇങ്ങനെ രണ്ട് വാം കളർ, കൂൾ കളർ, അങ്ങനത്തെ നല്ല ഒരു അടിപൊളി കളർ വീലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷേ നമുക്ക് ഒറ്റ കളറേ എടുക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ ഏത് ബ്ലൂ സെലക്ട് ചെയ്യുക, ഫിറ്റാലോ ബ്ലൂ. ഓക്കെ, യു ക്യാൻ ഓപ്റ്റ് ഫോർ ഫിറ്റാലോ ബ്ലൂ. അപ്പോൾ അതാണ് ബ്ലൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് യെല്ലോ നോക്കാം. അപ്പോൾ നമുക്കൊരു സിമ്പിൾ 3 കളർ വീലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എന്തെടുക്കണം, യു വോണ്ട് എ മിഡിൽ യെല്ലോ. ഓക്കെ, ഒരു മീഡിയം യെല്ലോ ബിക്കോസ് ഇറ്റ് ഈസ് നൈദർ ടു ലെമണി നോർ ടു ഗോൾഡൻ നോർ ടു ഓറഞ്ച് ലീനിങ്. ഓക്കെ, ഇത് ഭയങ്കര ലെമണി ആവരുത്. ഓക്കെ, ഭയങ്കര ലെമണി ആവരുത്, ലെമൺ ഗ്രീൻ ആവരുത്, അതുപോലെ വല്ലാതെ ഓറഞ്ച് ലീനിങ്ങും ആവരുത്. ഓക്കെ, അപ്പോൾ ബെറ്റർ യു ഓപ്റ്റ് ഫോർ മീഡിയം യെല്ലോ, എസോ യെല്ലോ മീഡിയം ഓർ ഹെൻസ യെല്ലോ മീഡിയം. അതാണ് പെർഫെക്റ്റ് പ്രൈമറീസ് ആയിട്ട് നമ്മൾ കാണുന്ന സാധനമാണ് ഇത്. ഓക്കെ, ദേ ആർ ട്രാൻസ്പെറൻറ്റ്, ഹൈ ടിൻറ്റിങ് ആൻഡ് സിറ്റ് റൈറ്റ് ഇൻ ദ സെൻറ്റർ ഓഫ് ദി യെല്ലോ സ്പെക്ട്രം. പിന്നെ വരുന്നത് ക്ലാസിക് ചോയ്സ് എന്ന് പറയുന്നത് ഒപ്പേക്ക് ആണെങ്കിൽ കൂടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ് കാഡ്മിയം യെല്ലോ എന്ന് പറയും കേട്ടോ. കാഡ്മിയം യെല്ലോ ലൈറ്റ് which can make your mixed greens and oranges look a bit chalky compared to transparent synthetic yellows. കുറച്ചുകൂടെ ചോക്കി ആയിട്ട് കാണിക്കും. ഇത് ട്രാൻസ്പെറൻറ്റ് യെല്ലോ ആണ്, മറ്റേത് എന്താണ്, ഒപ്പേക്കാണ്, കാഡ്മിയം യെല്ലോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത് 3 കളർ സിസ്റ്റത്തിൽ മീഡിയം യെല്ലോ. ഓക്കെ, അപ്പം നമ്മൾ മീഡിയം യെല്ലോ പിന്നെ ഫിറ്റാലോ ബ്ലൂ ഇത് രണ്ടും മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് പ്രൈമറി സിസ്റ്റത്തിലാണെങ്കിലോ അപ്പം നമ്മൾ എന്ത് നോക്കേണ്ടി വരും, വിച്ച് വൺ ഇസ് ദി കൂൾ യെല്ലോ എന്ന് വെച്ചാൽ ഗ്രീൻ ലീനിങ് യെല്ലോ, വിച്ച് വൺ ഇസ് ദ ഗ്രീൻ ലീനിങ് യെല്ലോ ആൻഡ് വിച്ച് വൺ ഇസ് ദി വോം യെല്ലോ, റെഡ് ലീനിങ് യെല്ലോ. ഇത് നമ്മൾ നോക്കേണ്ടി വരും. സോ ഏതാണ് കൂൾ യെല്ലോ? ഗ്രീൻ ലീനിങ് യെല്ലോ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ലെമൺ യെല്ലോ ആൻഡ് ദിസ് വൺ ഹെൻസ യെല്ലോ ലൈറ്റ്. ഇതെല്ലാം കൂൾ യെല്ലോ ആണ് കേട്ടോ. അത് എന്താണ്, നമ്മൾ കൂൾ ബ്ലൂ ആയിട്ട് മിക്സ് ചെയ്യുമ്പം വെൻ മിക്സ് വിത്ത് കൂൾ ബ്ലൂ വി വിൽ ഗെറ്റ് ബ്രില്യൻ നിയോൺ ഗ്രീൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കൂൾ യെല്ലോ എന്ന് പറയുന്നത് ഇതാണ്. വാം യെല്ലോ എന്ന് പറയുകയാണെങ്കിലോ റെഡ് ലീനിങ് യെല്ലോ എന്ന് പറയുന്നത് ന്യൂ ഗംബോജെ. ഇപ്പം ഞാൻ ഇത്ര നേരം ഒന്നും പറയാതെ ഇരുന്ന ഒരു സാധനമാണ് ഇത്, ദിസ് വൺ ഗംബോജ് ഓർ ഹെൻസ യെല്ലോ ഡീപ്പ് എന്ന് പറയുന്നത്. ദേ ആർ എന്താണ്, വെൻ മിക്സ്ഡ് വിത്ത് വാം റെഡ്
വിൽ ഗെറ്റ് വൈബ്രൻറ്റ് ഫിയറി ഓറഞ്ചസ്. ഓക്കെ, അപ്പം നമുക്ക് നല്ല ഓറഞ്ച് അടിപൊളി, ഇത് കുറച്ചുകൂടെ ഓറഞ്ചിഷ് അല്ലേ. അപ്പം നമുക്ക് ഒരിക്കലും ഇത് എന്തെടുക്കരുത്, നമ്മുടെ കളർ വീലിൽ എടുക്കരുത്. ഓക്കെ, കുറച്ചുകൂടെ വേറെ നമുക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാന്നല്ലാതെ കളർ വീൽ നമ്മൾ ഇത് എടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഏർത്ത് യെല്ലോസ്, പിന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ യെല്ലോ ഓക്കറിനെ കുറിച്ച് പറഞ്ഞില്ല, നേരത്തെ കൊബാൾട്ട് ബ്ലൂവിനെ കുറിച്ച് പറയാത്തത് പോലെ. ഈ യെല്ലോ ഓക്കർ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കളർ വീലിൽ ഉപയോഗിക്കുന്നത് അത്ര ശരിയില്ല. ഓക്കെ, ഡോണ്ട് യൂസ് യെല്ലോ ഓക്കർ ഫോർ എ സ്റ്റാൻഡേർഡ് കളർ വീൽ. While these are essential for professional palettes, especially for skin tones or landscapes, they are too dull and earthy to produce the bright violets, greens and oranges required for a primary color wheel. ഓക്കെ, അപ്പം നമുക്കത് ലാൻഡ്സ്കേപ്സിൽ സ്കിൻ ടോൺസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, യെല്ലോ ഓക്കർ യൂസ് ചെയ്യാം. പക്ഷെ എന്താണ് ഇതിൽ കളർ വീലിൽ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. അപ്പം നമുക്കൊരു നല്ലൊരു ഗ്രാസ് ഗ്രീൻ കിട്ടണമെന്ന് വിചാരിക്കും. ടു ഗെറ്റ് എ ഗ്രാസ് ഗ്രീൻ യൂസ് കൂൾ യെല്ലോ ഓർ ലെമൺ യെല്ലോ പ്ലസ് ഫാലോ ബ്ലൂ. അപ്പം നമ്മളൊരു ഗ്രാസ് ഗ്രീൻ കിട്ടണമെങ്കിൽ ലെമൺ യെല്ലോയും ഫാലോ ബ്ലൂവും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാസ് ഗ്രീൻ കിട്ടും. ഇതൊക്കെ എക്സ്ട്രാ ടിപ്പായിട്ട് പറയുന്നതാണ് കേട്ടോ. പിന്നെ ഒരു സൺസെറ്റ് ഓറഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗംബോജ് യൂസ് ചെയ്യാം. അതുകൂടാതെ കാഡ്മിയം റെഡ് എന്ന് പറഞ്ഞിട്ടൊരു റെഡ് ഉണ്ട്, അതിൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ കാഡ്മിയം റെഡോ അല്ലെങ്കിൽ പൈറോൾ സ്കാർലെറ്റും കൂടെ മിക്സ് ചെയ്താലൊക്കെ നമുക്ക് എന്ത് കിട്ടും, സൺസെറ്റ് ഓറഞ്ച്. ഈ ഗംബോജയും ഈ റെഡും കൂടെ മിക്സ് ചെയ്താൽ സൺസെറ്റ് ഓറഞ്ച് കിട്ടും. എക്സ്ട്രാ ടിപ്പായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മൾ നമ്മുടെ കളർ വീലിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണ്, മീഡിയം യെല്ലോ, ഫാലോ ബ്ലൂ. ഓക്കെ, ഇനി നമുക്ക് റെഡിനെ കുറിച്ചിട്ട് പറയാം. റെഡിൽ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് എന്ന് പറയുമ്പം സ്കാർലറ്റ്, ക്രിംസൺ, വെർമിലിയൻ. ഓക്കെ, ദീസ് ആർ ദ കളേഴ്സ് വിച്ച് ആർ അവൈലബിൾ വിത്ത് മീ റൈറ്റ് നൗ. സോ കൂടുതൽ നമുക്കൊരു മജന്ത റെഡാണ് ശരിക്കും, മജന്ത കളറിൽ അതാണ് ശരിക്കും നല്ല അടിപൊളിയായിട്ട് കളർ വീലിൽ യൂസ് ചെയ്യേണ്ട റെഡ് കളർ എന്ന് പറയുന്നത്. Okay, so it's better we select a magenta color. But among these three colors, which one should we take? എന്ന് ചോദിക്കുകയാണെങ്കിൽ then we can select crimson red. Other than scarlet red or vermilion red, opt crimson red. Why? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Because crimson red is a cool leaning red. In color theory, a red that leans slightly towards blue or pink like crimson is essential for a perfect wheel, because for violets or purples it doesn't contain yellow bias. So when you mix it with blue, you will get much cleaner, brighter purples. And for oranges, while it won't make an orange quite as fiery as the other two, it will still produce a very respectable clear orange when mixed with yellow. ഓക്കെ, അപ്പം നമുക്ക് എന്താ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ യെല്ലോ ബയസ് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, ബ്ലൂ ആയിട്ട് മിക്സ് ചെയ്യുമ്പം കുറച്ചും കൂടെ ക്ലീനർ ആയിട്ടുള്ള ബ്രൈറ്റർ ആയിട്ടുള്ള പേർപ്പിൾസ് നമുക്ക് ക്രിംസൺ റെഡിൽ കിട്ടും. ഓക്കെ, ഇനിയിപ്പം സ്കാർലെറ്റ് ആണെങ്കിലോ, സ്കാർലെറ്റിൻ്റെ പ്രശ്നം എന്താ, ഇത് കണ്ടില്ലേ, ഒപ്പേക്ക് ആണ് അല്ലേ. അത് മാത്രമല്ല അത് വോം ലീനിങ് ആണ്. ദിസ് ഇസ് വോം ലീനിങ്. അപ്പോൾ ഇതിൽ വോം ലീനിങ് എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് എ ബിറ്റ് ഓഫ് യെല്ലോ ബയസ്, കുറച്ച് യെല്ലോ ബയസ് ഉണ്ട് അതിൽ. അപ്പോൾ നമുക്കത് പേർപ്പിൾ ആക്കാനൊക്കെ ഇഫ് യു ട്രൈ ടു മിക്സ് പേർപ്പിൾ വിത്ത് ദിസ്, ദ യെല്ലോ ഇൻ ദി റെഡ് വിൽ ക്യാൻസൽ ഔട്ട് ദി പേർപ്പിൾ. ഓക്കെ, ഇപ്പോൾ ഈ ഇതിലുള്ള ഈ റെഡിലുള്ള യെല്ലോ എന്താക്കും, പേർപ്പിളിനെ ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു മ്യൂട്ടഡ് പ്ലം കളറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് കളർ വീല് നമുക്ക് ശരിയാവില്ല. സ്കാർലെറ്റ് റെഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. സോ ഓൾവേസ് ഓപ്റ്റ് ഫോർ ക്രിംസൺ റെഡ്. ഇനി വെർമിലിയൻ കളർ ആണെങ്കിൽ കണ്ടൊരു ഇതിനൊരു ഓറഞ്ച് റെഡ് അങ്ങനെ തോന്നില്ലേ, വോം ഓറഞ്ച് കാണുമ്പോൾ തന്നെ ഒരു ഓറഞ്ചിഷ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ
എന്താ നമുക്കൊരു സെക്കൻഡറി ഓറഞ്ചസ് അല്ലെങ്കിൽ ടേർഷ്യറി റെഡ് ഓറഞ്ചസ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ ബാക്കിയുള്ള പ്രൈമറി സെക്കൻഡറി ടേർഷ്യറി കളേഴ്സൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ള കളേഴ്സായിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പം ഒരു മഡി ഗ്രേയിഷ് ബ്രൗൺ വയലറ്റ്സ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. സോ ഡോണ്ട് യൂസ് വെർമിലിയൻ ആൻഡ് സ്കാർലറ്റ് റെഡ് ഇൻസ്റ്റെഡ് ഓഫ് ക്രിംസൺ റെഡ്. സോ ഇതൊക്കെയാണ് നമ്മൾ കളർ വീലിൽ ഓപ്റ്റ് ചെയ്യേണ്ട 3 കളേഴ്സ് ഏതൊക്കെയാണ്. പ്രൈമറി കളേഴ്സായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രിംസൺ റെഡ്, മീഡിയം യെല്ലോ, സ്റ്റാലോ ബ്ലൂ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് കളർ സെലക്ഷൻ യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ. ഓക്കെ, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം, ഡൗട്ട്സ് ഷെയർ ചെയ്യാം. പേഴ്സണലി എനിക്ക് ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം. ആൻഡ് ഐ എം ഹാപ്പി ടു ഷെയർ മൈ നോളജ്. ഓക്കെ, ഞാനിങ്ങനെ കുറേ റിസർച്ച് ചെയ്യുന്ന ഒരു ആളാണ് കളേഴ്സിനെ കുറിച്ചിട്ടും ഓരോന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഐ റിയലി ലൈക്ക് drawing, painting, and I'm in a colorful world, right? And even if I'm a doctor, I love painting. അപ്പോൾ ഞാൻ എന്താക്കും, I used to hear so many art related classes. I used to buy courses and I used to study watercolor, acrylic painting, portrait painting and all. So അങ്ങനെ എനിക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഇങ്ങനെ കിട്ടുന്നതാണ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. ഞങ്ങളുടെ കളർ വീലിൽ ഞങ്ങൾ തോന്നിയൊരു കളർ എടുത്തിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ കളർ വീലും ഓരോ പോലെ ആയിരുന്നു. ഓക്കെ, വി ഓൾ ഗോട്ട് ഡിഫറെൻറ്റ് കളർ വീൽസ്. അപ്പോൾ ആ കളറിൻ്റെ ഒരു ഇത് നമുക്ക് ഏകദേശം തിയറി നമുക്ക് മനസ്സിലായി എന്നല്ലാതെ ഒരു ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് ആക്കാൻ പറ്റിയിരുന്നില്ല. സോ വെൻ വി ഗോ ഡീപ്പ് ഇൻ ടു ദീസ് കളർ തിയറി ആൻഡ് ഓൾ, ദർ ആർ സോ മെനി തിങ്സ് വിച്ച് വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അത് പഠിക്കുക, കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കളർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദിസ് ഈസ് വെരി ബേസിക്. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി കളർ വീൽ ഉണ്ടാക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ബേസിക് മുതൽ പഠിച്ചു തുടങ്ങാം ഫാഷൻ ഇല്ലസ്ട്രേഷൻ്റെ. അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഇൻഫോർമേഷനെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. I'll share all the information which I get about colors, about fashion illustration, about digital art through my channel. ഓക്കെ, എനിക്കല്ലാതെ ഞാൻ എപ്പോഴും പറയാം, എനിക്ക് സമയം കിട്ടാറില്ല എന്തിന് ക്ലാസ് എടുക്കാനോ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും ചെയ്യാത്തത് കേട്ടോ. ഇത് കുഴപ്പമില്ലല്ലോ, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലാണ് പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇതിങ്ങനെ പറയുന്നതെല്ലാം. അങ്ങനെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ, ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്, വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു താല്പര്യം, ഇൻട്രസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.